വാർത്തകൾ വിശദമായി നോക്കാം. സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച യോഗത്തിൽ മലബാറിലെ +1 സീറ്റ് വിഷയമുയർത്തി MSF പ്രതിഷേധം. സീറ്റ് മലബാറിന്റെ അവകാശമാണെന്നും മലബാർ കേരളത്തിലാണെന്നും എഴുതിയ ടീഷർട്ട് ഉയർത്തി സംസ്ഥാന സെക്രട്ടറി നൌഫലാണ് പ്രതിഷേധിച്ചത്. നൌഫലിനെ യോഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഹാളിന് പുറത്തും പ്രതിഷേധിച്ചു. പിന്നാലെ കന്റോൺമെന്റ് പോലീസ് എത്തി നൌഫലിനെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഗോപാൽ ഷീല സനൽ വിവരങ്ങൾ നൽകാൻ ചേർത്തുണ്ട്. ഗോപാൽ, ഏത് രീതിയിലായിരുന്നു പ്രതിഷേധം? എന്താണ് അവിടെ സംഭവിച്ചത്? രശ്മ, ഈ സ്കൂൾ തുറക്കലിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളായി തന്നെ വിവിധ തലങ്ങളിലുള്ള യോഗങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥല യോഗമാണെങ്കിലും അധ്യാപക സംഘടനകളുടെ യോഗമാണെങ്കിലും അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്ന് മഹിളാ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു ചേർത്തത്. വൈകുന്നേരത്ത് 3:30 മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അനക്സ് 2-ലായിരുന്നു യോഗം നടന്നത്. യോഗം ആരംഭിച്ച ഉടനെ തന്നെ MSFന്റെ സംസ്ഥാന സെക്രട്ടറി നൌഫൽ ഈ യോഗത്തിൽ പ്രതിഷേധവുമായി എഴുന്നേൽക്കുകയായിരുന്നു. ഒരു വെള്ള ടീഷർട്ടിൽ 4530 സീറ്റുകൾ മലബാറിന്റേതാണ്, മലബാർ കേരളത്തിലാണ് എന്ന മുദ്രാവാക്യം എഴുതിക്കൊണ്ട് ആയിരുന്നു പ്രതിഷേധം. +1 സീറ്റുകളിലെ മലബാറുമായി ബന്ധപ്പെട്ട അപര്യാപ്തത സൂചിപ്പിച്ചുകൊണ്ട് ഏറെ നേരം നൌഫലും MSFന്റെ മറ്റ് പ്രവർത്തകരും ആ ഹാളിൽ പ്രതിഷേധിച്ചു. തുടർന്ന് നൌഫലിനെ ആ ഹാളിൽ നിന്നും യോഗത്തിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. അതിനുശേഷം ഈ യോഗത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറാകാതിരുന്ന നൌഫൽ യോഗത്തിൽ നടന്ന ഹാളിന് പുറത്തിൽ നവകേരളി ഹാളിലായിരുന്നു യോഗം നടന്നത്. യോഗം നടന്ന ഹാളിന് പുറത്ത് കുത്തിയിരുന്ന് ഏറെ നേരം പ്രതിഷേധിക്കുകയുണ്ടായി. അതിനുശേഷം കന്റോൺമെന്റ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ശരി, ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്.